ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് പറയുന്നത് ഈഗോ ക്ലാഷിനെ കുറിച്ചാണ്. എന്നാൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ ക്ലാഷിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് അതെങ്ങനെ മാനേജ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്നത് നമുക്ക് നോക്കാം. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഈഗോ ക്ലാഷ് ആകുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് അത് മാനേജ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ചെറിയ സ്റ്റോറിയുമായി മുന്നോട്ട് പോകാം പെട്ടെന്ന് തന്നെ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു മാനേജർ ഹൗസ് കീപ്പിങ്ങിന്റെ, അതായത് ക്ലീനിങ്ങിന്റെ ആ ഒരു ഡിവിഷനിൽ ചെക്കിംഗ് നടത്താൻ പോകുന്നു എന്ന് വയ്ക്കുക. അങ്ങ് പെട്ടെന്ന് ഒരു ബാത്റൂമിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫാൾട്ട് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, പെട്ടെന്ന് തന്നെ അയാൾ പുറത്തു വരുന്നു. അയാൾ ആ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന ആളിനോട്, മേലാവാം ഫീമെയിൽ ആവാം, അതിശക്തമായി ഷൗട്ട് ചെയ്യുന്നു, അവരെ വിളിക്കുന്നു. അപ്പൊ ഇവരും തിരിച്ച് ഈ ചെയ്ത ആള്, അതായത് അവിടുത്തെ വർക്ക് ചെയ്തിരിക്കുന്ന ആള്, അവരും വെറുതെ നിൽക്കില്ല, അവരും തിരിച്ച് ഷൗട്ട് ചെയ്യും. അങ്ങനെ ഞാനാണോ വലുത്, നീയാണോ വലുത്, എന്റെ ജോലിയാണോ വലുത്, നിന്റെ ജോലിയാണോ വലുത്, ക്ലാഷായി, ഈഗോ ക്ലാഷായി. ഇത് ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി. തീർന്നില്ല. ഈ മാനേജർ എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനും ഇവരെ വന്നിട്ട് എങ്ങനെയെങ്കിലും ജോലിയിൽ നിന്നും ഇവരിനി ശരിയല്ല എന്ന് പറഞ്ഞ് പുറത്താക്കുവാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന് ഉയർന്ന ഈഗോ ഉണ്ടെങ്കിൽ ആർക്കും, മാനേജർക്ക്. അടുത്തൊരു പോയിന്റ്. എന്നാൽ ഇതേ സിറ്റുവേഷൻ തന്നെ ഈ മാനേജർ വരുന്നു, ചെക്ക് ചെയ്യുന്നു, ഫാൾട്ട് ഉണ്ട്, കണ്ടുപിടിക്കുന്നു, ആ വർക്കറിനെ വിളിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞാല്, പലപ്പോഴും പറഞ്ഞു കൊടുത്തിരിക്കാം, എന്നിരുന്നാലും പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, ഇദ്ദേഹം ഇങ്ങനെയും കൂടെ വിചാരിക്കണം മാനേജർ. അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി, ഒരു സ്നേഹം, അതായത് ഈ സംഭവം നടക്കുന്നതിന് ഒരു നന്ദി എങ്ങനെയാണ് വരുന്നത് വെച്ചാല്, പല കാരണങ്ങൾ കൊണ്ടും ഒരാള് പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഒരു ഹൗസ് കീപ്പിംഗ് ജോലി അല്ലെങ്കിൽ ഒരു ബാത്റൂം ക്ലീനിങ്ങിന് വരുന്നത്. അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ ഈ വ്യക്തിയുടെ, ഈ വർക്കറിന്റെ ഈ വലിയ ഒരു മനസ്സിന്റെ വേദന, ഒരു ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ വരുന്ന ഒരു മാനസികാവസ്ഥ അറിയാമല്ലോ. ഒരു ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഇതിനൊക്കെ ഓർത്ത് ഉറങ്ങാൻ പറ്റില്ല, ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഈ ബാത്റൂമിന്റെ രംഗങ്ങൾ വരാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവർ മനസ്സ് വെറുക്കാതെയും ഒക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുകയും, എന്നാൽ ആ മാനേജർ ഇതിനെ ഒരു നന്ദിപൂർവ്വം, ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു താങ്ക്സ് രൂപത്തിൽ അതിനെ പറയുകയാണെങ്കിൽ വളരെ സൂപ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈഗോയിൽ നിന്നും അല്ലെങ്കിൽ ഈഗോ ക്ലാഷിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, അത് മനസ്സിൽ വെക്കുക. അതായത് ഇങ്ങനെയാണ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ താങ്ക്സ് വരുന്നത് ഫിലോസഫിക്കലി. അതായത് നമ്മൾ ഇരിക്കുന്ന ചെയറിൽ നിന്നും എഴിച്ചു പോകുമ്പോൾ ആ ചെയറിന് ഒരു നന്ദി കൊടുക്കുക, എന്നെ ഇത്രയും സമയം കാത്തു സൂക്ഷിക്കുക, അതാണ് താങ്ക്സ്.